എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും നമ്മൾ നേടിയിട്ടുണ്ടാവും. ഈ പാഠങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഇപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക. എത്ര പഠിച്ചിട്ടും പഠിക്കാത്ത ആളുകളും ജീവിതത്തിലുണ്ടാവും. അവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാറുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കുറേ പാഠങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രശ്നങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കരുത്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, ഒന്ന് ഒഴിയട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് പലതും നേടാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നല്ല ഒരു സമയത്തിന് വേണ്ടിയോ, നല്ല ഒരു ദിവസത്തിന് വേണ്ടിയോ, എല്ലാ പ്രശ്നങ്ങളും വിട്ടൊഴിയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയോ നമ്മൾ കാത്തിരുന്നു കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല. കാരണം പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ഒരു ദിവസം ജീവിതത്തിലില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ ഇന്നൊരു പക്ഷെ തീർന്നേക്കാം, പക്ഷെ നാളെ നേരം വിളിക്കുമ്പോൾ പുതിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിനെയും നമ്മൾ മറികടക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമുക്ക് എന്താണോ ജീവിതത്തിൽ ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യണം. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് കാത്തിരിക്കുന്നു. വിവാഹം കഴിക്കാൻ വേണ്ടി വരെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ജീവിതത്തിന്റെ പല പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളിങ്ങനെ പിന്നത്തേക്ക് മാറ്റിവെക്കും. കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ തീരട്ടെ എന്ന് കാത്തിരിക്കും. നടക്കില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാനുള്ളത്, പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പരാജയം അനുഭവിക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. എല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിന്റെ പല 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 ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും കുറച്ച് പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. എന്തിന്? നമ്മളൊക്കെ 2 കാലിൽ നടന്നു വന്നത് തന്നെ കുട്ടിക്കാലത്ത്, കുഞ്ഞു പ്രായത്തിൽ ജനിച്ചു വീണതിന് ശേഷം എത്ര വട്ടം വീണിട്ടാണ് അല്ലെ? ആ വീണിടത്ത് നിന്ന് നമ്മൾ അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിച്ചിട്ടാണ് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയത് എന്ന് പറയും പോലെ ജീവിതത്തിൽ പരാജയങ്ങൾ നാച്ചുറലായിട്ട്, വളരെ സ്വാഭാവികമായിട്ടും സംഭവിക്കും. പിന്നെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങളിലൂടെയും ഒക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പരാജയങ്ങളെ മറികടക്കുവാനും വിജയത്തിലേക്ക് എത്തിപ്പെടാനും ഒരു വ്യക്തിക്ക് സാധിക്കും. അല്ലാതെ പരാജയം എന്ന് പറയുന്നത് വിജയിക്കാൻ ഇനി സാധിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള അവസരമല്ല, മറിച്ച് പുതിയ വഴിയിലൂടെ തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക്, തൻ്റെ വിജയങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ സമയമായി എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ പരാജയവും. മാത്രവുമല്ല, പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് മാനസികമായ കരുത്ത് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടവര്, പരാജയങ്ങൾ നേരിട്ടവര്, പ്രതിസന്ധികളെ നേരിട്ടവര് മാനസികമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ആളുകളായിട്ട് മാറും. അതവരെ പിന്നീടുള്ള കാലത്തിൽ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ്. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരാജയപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, വിജയിക്കാൻ എനിക്ക് അവസരങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ പരിശ്രമങ്ങളെ മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. പുതിയ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പരാജയങ്ങളെ വിജയത്തിന്റെ സൂത്രവാക്യങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ നേരിട്ടിട്ടുണ്ട്, പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ പോലും ജീവിതത്തിൽ ഞാൻ തോറ്റുപോകുമെന്ന് ചിന്തിച്ച ആളുകളാണ്, ജീവിതത്തിൽ എവിടെയും എത്തില്ല എന്ന് ചിന്തിച്ച ആളുകളാണ്. പക്ഷെ അപ്പോഴും വിജയിക്കാൻ അവസരമുണ്ട് എന്ന് ചിന്തിക്കുകയും പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വലിയ പാഠമാണ്. ഒരുപാട് പരാജയങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതം കൈവിട്ടുപോയി എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളുമൊക്കെ
ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ജീവിതത്തിന്റെ സ്വാഭാവികമാണ് എന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് അത് ജീവിതത്തിൽ ഒരു വലിയ പാഠമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ അധികം ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. സഹായിക്കാൻ ഒരുപക്ഷെ ആളുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഒരാളുടെ ആവശ്യം, സഹായം നമ്മൾ സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരാൾക്ക് മാനസികമായി വളരാനോ ജീവിതത്തെ അവനെ സ്വയം വിജയിപ്പിച്ചെടുക്കുവാനോ സാധിക്കില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രതികൂലമായ പ്രശ്നങ്ങളുള്ള വേദിയാണ്, അല്ലെ? വളരെ സ്മൂത്തായിട്ട് ഒഴുകുന്ന ഒരു യാത്രയല്ല ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയണം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ്. അധികം ഡിപ്പെൻഡ് ചെയ്യുന്നതോറും നമ്മുടെ ഉള്ളിലുള്ള സ്വയം തീരുമാനമെടുക്കുവാനുള്ള, അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനുള്ള നമ്മുടെ ജന്മസിദ്ധമായ ചില കഴിവുകൾ നമുക്കുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോവുകയും നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് മാറുന്നത്. അല്ലാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരാളുടെ സഹായം തരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയോ നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസമോ ഒരിക്കലും ബിൽഡ് ചെയ്യപ്പെടുകയില്ല. എന്ന് കരുതി ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ട എന്നല്ല, നമുക്ക് സ്വീകരിക്കാം. അത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അവസാനം കണ്ടെത്തേണ്ട വഴികൾ മാത്രമായിട്ട് നമ്മൾ കാണുകയാണ്. അതിലപ്പുറം നമുക്ക് ചെയ്യാനുള്ള മാക്സിമം നമ്മൾ പരിശ്രമിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. ഞാൻ അങ്ങനെ ശീലിച്ച ആളുകളാണ്. ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിനെനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, പേടി ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അത് പരാജയപ്പെടുമോ എന്ന പേടിയോടുകൂടിയൊന്നുമല്ല. ധൈര്യത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നത് ഇന്നലകളിൽ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്ന, നിവൃത്തികേട് കൊണ്ടാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് അധികമാരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു കാര്യത്തിലും നമ്മൾ അധികമാരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് പറയാനുള്ളത്, അവസാനത്തെ തീരുമാനം നമ്മുടേതായിരിക്കണം. ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്, അല്ലെ? അവനവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് തീരുമാനങ്ങൾ നമ്മൾ ഓരോ സമയങ്ങളിലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവുക. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം എല്ലാം അറിയുന്നൊരു മനുഷ്യനല്ല നമ്മളാരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിത് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം നമ്മളൊരു തീരുമാനമെടുക്കും, അല്ലെ? ആ തീരുമാനം നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്നാവണം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം തീരുമാനം, പൂർണ്ണ സംതൃപ്തി നൽകുന്ന തീരുമാനം, അത് നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. അതെന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി നമ്മൾ തന്നെയാണ്. നമ്മളെ നമുക്കറിയുന്നത് പോലെ ഈ ലോകത്തിൽ ഒരാൾക്കും അറിയില്ല. ഒരാൾക്കും നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊന്നും നിങ്ങൾക്ക് അവനവനെ സ്വയം മനസ്സിലാക്കിയതുപോലെ മറ്റൊരാൾ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാനാവില്ല. കാരണം എല്ലാ മനുഷ്യനും അവനവൻ്റെതായിട്ടുള്ള ഒരു സ്വകാര്യതയുണ്ട്. ഒരുപക്ഷെ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ സ്വകാര്യതയുള്ളവരാണ് ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും. അങ്ങനെ അവനവൻ്റെ ഉള്ളറിയുന്ന ഒരാൾ അത് നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി ഏറ്റവും ഒടുവിലത്തെ ഓരോ കാര്യങ്ങളിലും ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ ഇഷ്ടങ്ങളാവട്ടെ, ലക്ഷ്യങ്ങളാവട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളാവട്ടെ, നമ്മുടെ മറ്റു കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനും ഏറ്റവും ഒടുവിലത്തെ തീരുമാനം നമ്മുടേത് മാത്രമായിരിക്കണം. മറ്റുള്ളവരുടെ തീരുമാനത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ മറ്റൊരു രീതിയിൽ അതിനെ കാണുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ അവരെ ഒന്നും വെറുപ്പിക്കാതെ, അവരെ ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അവരെ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ ചെയ്യേണ്ടി വരിക. എന്നിരുന്നാൽ പോലും അതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്
ഏറ്റവും ഒടുവിലത്തെ തീരുമാനം പക്ഷേ നമ്മൾ തന്നെ എടുക്കണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്. പല അഭിപ്രായങ്ങളും പറയാൻ എല്ലാവരും ഉണ്ടാകും. ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആരെയും കാണില്ല നമ്മുടെ ജീവിതത്തിൽ. പിന്നെ നമ്മൾ തന്നെ ആ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ കൃത്യമായി മനസ്സിലാക്കി, മുന്നോട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കി, നിലവിലുള്ള ജീവിതത്തെ മനസ്സിലാക്കി, ഇന്നലകളിലെ അനുഭവങ്ങളെ മനസ്സിലാക്കി, നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കുകയാണ് ചെയ്യുക. അവനവനെ മനസ്സിലാക്കിയെടുക്കുന്ന തീരുമാനം അത് മറ്റുള്ളവരെടുക്കുന്ന തീരുമാനത്തെക്കാൾ കൃത്യതയുള്ളതായിരിക്കുമെന്ന് കൃത്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യമാണ് അത്. ഇനി നിങ്ങളോട് പറയാനുള്ള 5ാമത്തെ കാര്യം, പലപ്പോഴും എല്ലാവരും പറയാറുള്ളത് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. പക്ഷെ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് ഇൻസൾട്ട് അല്ല, ധൈര്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുവാനും ഏത് പ്രശ്നങ്ങളിൽ നിന്നൊരു തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ധൈര്യത്തിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. ഈ ധൈര്യം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഉയർന്ന മാനസികമായ ചിന്താഗതിയിൽ നിന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും അവഗണനകൾ വന്നപ്പോഴും നമ്മളെയൊക്കെ കളിയാക്കിയപ്പോഴും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും എന്നെയൊക്കെ ജീവിക്കാൻ സഹായിക്കുന്നതും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതും എൻ്റെ ഉള്ളിലുള്ള ധൈര്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ജീവിതത്തിൽ ധൈര്യം എന്ന വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. ഈ ധൈര്യമില്ലാതെ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ജീവിതത്തിൽ ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പൊ ധൈര്യം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ജീവിതത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ജീവിതം നമുക്ക് ആഘോഷിക്കുവാനോ ആസ്വദിക്കാനോ പറ്റില്ല. അപ്പോൾ ഏത് പ്രശ്നങ്ങളിലും ധൈര്യത്തോടെ, മാനസികമായ കരുത്തോടെ നമുക്ക് നിലനിൽക്കാൻ പറ്റിയ അതൊരാളെ ജീവിതത്തിൽ ശക്തമായിട്ട് വിജയിപ്പിക്കും. ഇന്ന് പരാജയമാണെങ്കിൽ നാളെ ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ധൈര്യത്തിന് വലിയ പങ്കുണ്ട്. ഈ ധൈര്യമില്ലായ്മ കൊണ്ട് പലപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തകർന്നുപോയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ധൈര്യമുള്ളവര് ശക്തമായിട്ട് തിരിച്ചു വന്ന കഥകളും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ധൈര്യമുള്ള ഒരാളാവുക. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണത്. അതാണ് നിങ്ങളോട് പറയാനുള്ള 5ാമത്തെ കാര്യം. ഇനി പറയാനുള്ള 6ാമത്തെ കാര്യം, അച്ഛനമ്മമാരെന്ന് പറയുന്നത് വലിയ ഒരു ധൈര്യമാണ്. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ, നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകിയിട്ടുള്ളത് എൻ്റെ അച്ഛനമ്മമാരാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവർ കൂടെ ഉണ്ടാകുമ്പോൾ, അവരോടൊപ്പം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വല്ലാതൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ അവഗണിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ചേർത്ത് പിടിക്കാൻ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടുത്തുണ്ടായിരുന്നത് അച്ഛനമ്മമാരാണ്. അവര് തന്ന ധൈര്യം ജീവിതത്തിൽ മറ്റൊന്നിനും ആർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നൽകാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അച്ഛനമ്മമാരുടെ കൂടെ അല്ല ഉള്ളത്. ജോലിപരമായിട്ട് അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനമ്മമാരുടെ അടുത്ത് അവരുടെ പ്രസൻസിൽ നിൽക്കുമ്പോൾ അത് തരുന്നൊരു പോസിറ്റീവ് എനർജി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അവരോട് പറയാം. അവരുടെ കയ്യിൽ ഒരു സൊല്യൂഷനുണ്ട്. നമ്മളെ വല്ലാതെ സംതൃപ്തി നൽകുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സൊല്യൂഷൻ. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല എനിക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ പാഠമാണത്. അച്ഛനമ്മമാർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കരുത്താണ്. എൻ്റെ മോനെ സംബന്ധിച്ച് ഞാനിപ്പോഴും ചിന്തിക്കുന്നതാണ്, എൻ്റെ അച്ഛനമ്മമാർ എനിക്കെങ്ങനെയാണോ അതുപോലെ എൻ്റെ മകന് നമ്മൾ ഒരു സൊല്യൂഷനായി മാറുക, ഒരു കരുത്തായി മാറുക എന്നാണ് ഇപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പം അതങ്ങനെ ആവണം. അത് മക്കൾക്ക് വല്ലാതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും അവർക്ക് ഓടി വരാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് അച്ഛനമ്മമാർക്ക് മാറാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മക്കളും വഴിതെറ്റിപ്പോവില്ല എന്നുള്ളതാണ്. ഒരു മക്കളും ഡിപ്രഷനിലേക്കോ പരാജയത്തിലേക്കോ പെട്ടുപോവില്ല എന്നുള്ളതാണ്, പെട്ടുകിടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. അച്ഛനമ്മമാർ ഒരു വലിയ കരുത്താണ് നമുക്ക്. അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരോട് പറയാനുള്ള പ്രധാനപ്പെട്ട 6ാമത്തെ കാര്യം. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞ്
ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അതായത് ദീർഘവീക്ഷണവും പ്ലാനിങ്ങും ഇല്ലാത്ത ആളുകൾ ജീവിതത്തിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുമെന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളുടെ ജീവിതത്തിലും നല്ല പരിശ്രമങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും വിജയിക്കാതെ നമുക്ക് കാണാൻ പറ്റും. അത് ദീർഘവീക്ഷണവും പ്ലാനിങ്ങും നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അതാത് സമയത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മാത്രമേ കാണാറുള്ളൂ. നിലവിൽ നമുക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് വരാൻ പാടില്ല എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു, അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം നമ്മൾ. ഒന്നുകിൽ നമ്മുടെ വരുമാനം നമ്മുടെ ചെലവിനേക്കാൾ കുറവായിരിക്കാം, അപ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല, ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വലിയൊരു ബാധ്യത നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സമയത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, ഈ പ്രശ്നം ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ നമുക്കുണ്ടാവണം. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നമ്മൾ കൂട്ടേണ്ടതുണ്ട്, കൂടുതൽ വരുമാനം നമ്മൾ നേടേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുവാനും അതിനനുസരിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് നടപ്പിലാക്കി ദീർഘവീക്ഷണത്തോടെ അത് ചെയ്യുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ശാശ്വതമായിട്ടൊരു പരിഹാരത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ, ഒരേ പ്രശ്നം തന്നെ, ഒരേ പരാജയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദീർഘവീക്ഷണവും പ്ലാനിങ്ങും നമുക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു പ്രശ്നം മുന്നിൽ വരുമ്പോഴും നമ്മൾ ഒരുപാട് കാലത്തേക്ക് ശാശ്വതമായൊരു പരിഹാരം എന്ന രീതിയിൽ നമ്മളൊരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശീലിക്കേണ്ടത്. കാരണം ഇന്നത്തെ ജീവിതമല്ല, നാളെ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന, നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മുന്നോട്ട് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്, നാളെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാനുണ്ട്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, ഇതൊക്കെ നമുക്ക് ആദ്യമേ മുൻകൂട്ടി ഏകദേശം ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ദീർഘവീക്ഷണവും പ്ലാനിങ്ങും നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം. അതില്ലാത്തവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും 7 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 7 കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.